ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ നമ്മൾ നാടൻ ബീഫ് വരട്ടും ഒരു പാൽക്കപ്പയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഞാനിത് ബീഫൊക്കെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ചെതക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടോ. പിന്നെ വലിയ ഉള്ളി, പിന്നെ തക്കാളി ഒക്കെ നുറുക്കി വെച്ചിട്ടുണ്ടോ. പിന്നെ നമ്മളെ മസാലകളൊക്കെ കേട്ടോ ഇത്. അപ്പൊ എല്ലാ മസാലകളും എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ മല്ലിപ്പൊടി, മുളക് പൊടി ഒന്ന് വറുത്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. എപ്പോഴും ഞാൻ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ബീഫ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ബീഫ് ഉണ്ടാക്കണേ. അപ്പൊ ആദ്യം തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി. ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നാടൻ ടേസ്റ്റിലാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കണേ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കണ്ടോ. നമ്മൾ നാടൻ ടേസ്റ്റിലെ പാൽക്കാപ്പിയും ബീഫ് വരട്ടും എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊന്ന് കണ്ടു നോക്കിട്ടോ. അപ്പൊ ബീഫ് ഉണ്ടാക്കാനുള്ള മസാലയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ബീഫ് വരട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ചതക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബീഫ് നല്ല വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ പോയി ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മളുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇതാട്ടോ. ചെറിയ ഉള്ളി നല്ല 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണേ. പെരിഞ്ചീരക പൊടിയാണിത്. കുരുമുളക് പൊടി നാടൻ ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉലുവ കേട്ടോ. ഉലുവ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലാണ്. ഇനി കുറച്ച് തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ. പിന്നെ കുറച്ച് വലിയ ഉള്ളിയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വറവ് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാറ്റി വെച്ചിട്ടുള്ളത്. മസാല. എനിക്ക് ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് മസാല വേണം കേട്ടോ ബീഫിൽ. എനിക്കെന്നല്ല എല്ലാവർക്കും വേണ്ട. എന്നാലും അത് നമുക്ക് നല്ല ടേസ്റ്റിൽ വരട്ടിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ പാകത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ ചെയ്യണേ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീഫിൽ കൂടുതൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കില്ല കേട്ടോ ഞാന്. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വരട്ടാനാവുമ്പോൾ കുറച്ച് വെള്ളം ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതില്. അങ്ങനെ മസാലയൊക്കെ പുരട്ടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ഗ്യാസും വേണ്ട വെക്കണത്. അപ്പൊ ഈ ബീഫായി വരട്ടെ. ബീഫ് ഞാൻ ഒരുപാട് വിസിലടിച്ചിട്ടുണ്ട്. ബീഫ് ആകുമ്പോഴേക്കും നമുക്ക് കപ്പ നുറുക്കി തൊലിയൊക്കെ കളഞ്ഞ് നന്നായി നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി. ഞാനിതാ കപ്പ ഒന്നും കൂടി കഴുകിയിട്ട് കുക്കറിൽ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാനത് കുക്കറിൽ നന്നായിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ വെള്ളം ഊറ്റി കളയാനാണ് കേട്ടോ. അതിന്റെ കട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഈ വെള്ളം ഊറ്റി കളയാനാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതൊന്ന് തിളപ്പിച്ചിട്ട് ഈ വെള്ളം കളഞ്ഞിട്ട് വേറെ വീണ്ടും ചുടുവെള്ളം ഒഴിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഒന്ന് വിസിലടുപ്പിച്ചാലും മതി. ഇപ്പൊ ഞാൻ ഈ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ആണ് കപ്പ വേവിക്കുന്നത്. പിന്നെ നമുക്ക് ഈ വെള്ളം കളഞ്ഞാൽ മതി. അപ്പൊ നമ്മള് കപ്പയുടെ കട്ടൊക്കെ പോട്ടെ. അതിനൊരു കട്ടുണ്ടാവും ഒക്കെ. അപ്പൊ അങ്ങനെ ബീഫ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ബീഫ് ഞാൻ കുക്കറിൽ പിന്നെ വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കപ്പിയായി വരുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് തേങ്ങ ചിരവി പാലെടുക്കുക കേട്ടോ ചെയ്യുന്നത്. തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളെ പാൽക്കപ്പ ഉണ്ടാക്കണത്. അങ്ങനെ കപ്പയൊക്കെ റെഡിയാക്കി ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ബീഫ് വരട്ടി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് കുറച്ച് പെരിഞ്ചീരകം, ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വലിയ ഉള്ളിയാണ് കേട്ടോ. ഞാനിത് ആദ്യം മാറ്റി വെച്ചതായിരുന്നു. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ തേങ്ങാക്കൊത്താട്ടോ. തേങ്ങാക്കൊത്ത് ഞാൻ ചെറിയ കഷ്ണങ്ങളല്ല കേട്ടോ, വലിയ കഷ്ണാക്കിയിട്ടാട്ടോ എടുത്തിട്ടുള്ളത്. കനല്ലാതെ പൂണ്ടെടുത്തിട്ട് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് തക്കാളി കേട്ടോ. ഒരിത്തിരി തക്കാളി ഞാൻ ബീഫ് വരട്ടുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ബീഫിന്റെ കുക്കറൊക്കെ ഞാൻ തുറന്നു. ബീഫ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കട്ടോ. ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ വറവിട്ടെടുക്കാം കേട്ടോ ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ഉള്ളിയും തേങ്ങയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ എണ്ണയിൽ. അപ്പോൾ നമ്മൾ ബീഫ് വരട്ട് ഇത് അവിടെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നാടൻ ബീഫ് വരട്ടാണ് കേട്ടോ അത്. ഇനി നമ്മൾ കപ്പ കേട്ടോ, കപ്പ വെന്തിട്ടുണ്ട്. ഞാനിത് അതൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെള്ളത്തോടുക്കനെ തന്നെ ഞാൻ ഇത് കപ്പൻ്റെ വെള്ളമൊക്കെ കളയാൻ വേണ്ടി നമുക്ക് ആ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യണേ. ഇനി ആ വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ കപ്പ വറവിട്ടെടുക്കുന്നത്. അങ്ങനെ ബീഫ് ഞാനിത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കപ്പയുടെ പരിപാടിയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുകും കറിവേപ്പിലും മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം പാല് ഒഴിച്ചിട്ടില്ല കേട്ടോ, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടില്ല കേട്ടോ. കടുക് പൊട്ടിച്ചതിന് ശേഷമാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. പിന്നെ ഇതാ ഞാൻ കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ടോ. കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാതെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ തിളക്കും. അപ്പോൾ നമ്മൾ ടേസ്റ്റ് കുറഞ്ഞു പോകും കേട്ടോ. അപ്പം ഞാൻ കടുക് പൊട്ടിച്ചതിന് ശേഷമാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ തന്നെ നമ്മുടെ പാൽക്കപ്പി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ബീഫ് വരട്ടും പാൽക്കപ്പിയും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഞാനൊരു പാത്രത്തിൽ ഇതൊന്ന് ഒഴിച്ച് ഒരു പ്ലേറ്റിൽ ഒഴിച്ച് ഞാനും മോട്ടി കഴിക്കാനുള്ള പ്ലാനാണ് കേട്ടോ അത്. എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒക്കെ നോക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്കിത് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ. അങ്ങനെ ഇതാ കപ്പൊക്കെ എടുത്തു. ബീഫ് വരട്ടും കപ്പയും എങ്ങനെ ഉണ്ട് എന്നൊന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ ഞാൻ. ഇപ്പം ഇതാ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ നാടൻ ടേസ്റ്റിൽ കപ്പ നമ്മൾ ബീഫ് വരട്ട് പാൽക്കപ്പയും ബീഫ് വരട്ടൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ നാടൻ ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇനി ഇത് മോൾട്ടി കഴിക്കാനുള്ള പ്ലാൻ ആട്ടോ. മോൾട്ടി ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ മോൾട്ടിക്ക് ഇത് ചൂടാണ് കേട്ടോ. അപ്പൊ മോൾട്ടിനെ കഴിപ്പിക്കാണ്ടോ ഞാൻ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ നോക്ക് പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള്.